റെഡ്ഡി, തനിക്കൊരു കുഴപ്പമില്ല, തൻ്റെ തോന്നലാണത്. എനിക്ക് നല്ല ചൂടണ്ടാ, പനിയുമുണ്ട്. അതാണ് എനിക്ക് പണിക്കുള്ള മടി കൊണ്ടല്ല ഞാൻ എന്നോട് പറഞ്ഞത്. നീ എങ്ങനെ വിശ്വസിക്കണ്ട? എൻ്റെ പൊന്നു മൃദുല, നിന്റെ ഈ സ്വഭാവം പറ്റില്ലെങ്കിൽ നീ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോള. പണിക്കാരിക്കാനുള്ള നമ്പർ ആത്തണ്ടാ. ആശാനെ കേട്ടില്ല അവൻ പറഞ്ഞത്. എനിക്ക് വയ്യാത്തോണ്ടാണ്. ഹോസ്പിറ്റൽ ടെസ്റ്റ് എടുത്താ. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് മൂക്കിലിട്ട് തോരി. എനിക്ക് പേടിയാണ്. എടാ തമ്പി, നീ ഇങ്ങടെ വന്നേ. എന്തിനാണ് നീ വാ ഇങ്ങട്. എടാ നിനക്ക് ഈ ചെക്കൻ്റെ കാര്യം അറിയാലോ. അവന് ഇതിന്റെ പേരും പറഞ്ഞ് പണിക്കും പോകില്ല, ഫുഡും കഴിക്കില്ല. ഒരു തീരുമാനം ഉണ്ടായിക്കോട്ടെ. ആശനെ കഴിക്കണമെങ്കിൽ ഐഡിയ വന്നത്. ആ കിട്ടി. എടാ ബാഹു എവിടെയാണ് ഇപ്പൊ? ഇവിടെ സീനാണ്. നീ പറഞ്ഞോട്ടെ നമ്മുടെ. എല്ലാവരും ഉണ്ടല്ലോ. ആശാനെ നമസ്കാരം. എന്താ വിളിച്ചേ? എടാ ഇനി കുറവാണ് പറയണത്. മൃദുലിന എടാ എന്റെ അമ്മനെ ഒഴിക്കണ്ടായി. ആ മാർച്ചിൽ ലോക്ക്ഡൌൺ തുടങ്ങിയില്ലേ, അന്ന് ഇവൻ വീടിനകത്ത് കയറിയിരിക്കുന്നു, പുറത്തിറങ്ങാതെ. പണിക്കരും പോകണില്ല. പറഞ്ഞാണ് എനിക്ക് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. കൊറോണയാണ് ഒരു സംശയം. എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. എന്നാ നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് എടുത്തടാ. ഞാനില്ല, എനിക്ക് പേടിയാണ്. മുഖത്ത് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനില്ല. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓൺലൈനായിട്ട് ടെസ്റ്റ് എടുത്താ. ഓൺലൈൻ ടെസ്റ്റാ? എടാ ഞാനൊരു ഗ്രൂപ്പിൽ സാധനം ഫോർവേഡ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? പോയടന്ന് ഒരു ഊടായപ്പെട്ട പയ്യാക്കാണ്. ഊടായിപ്പാ? നീ ഏത് മെസ്സേജാണ് പറയണത്? മറ്റേ ആവി പിടിച്ച കൊറോണ മെസ്സേജാണോ? അതുണ്ട്, അത് പഴയത്. ഇപ്പൊ ഒരു പുതിയ സാധനം ഇറങ്ങിയായിരുന്നു, അതാണ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ്. സത്യം ഓൺലൈൻ മതി. മതിയില്ലേ? മതി. എടാ ബാഹു, നീ വെറുതെ ഊടായപ്പെട്ട വരല്ലേട്ടാ. എടാ നിനക്ക് എന്താണ് ഈ FB നും വാട്സപ്പിനും പുച്ഛം? എടാ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പണിനകത്തോന്നെ ഒന്നും സത്യമല്ല, എല്ലാം സത്യമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊറോണ ആദ്യം വന്നത് ഈ സോഷ്യൽ മീഡിയ ആണോ? പറ നീ. അത് ബാഹു പറഞ്ഞത് കറക്റ്റ് ആണോ? നിങ്ങൾ എന്താന്ന് വെച്ചേ? എടാ കണ്ട മോനെ, ഈ ചുവന്ന സാധനം കണ്ട, ഈ സാധനം ഇന്ന് B വരെ എത്തുമ്പോഴേക്കില്ലേ നീ ശ്വാസം പിടിക്കാതെ നിക്കണം. ശ്വാസം വിട്ടില്ലെങ്കിലേ നിനക്ക് കോവിഡില്ല. മച്ചാന് സിമ്പിൾ ആണുള്ളത്. ഇത് സിമ്പിൾ ആണോ? ഞാനിത് ഒരുപാട് ആൾക്കാർ തെളിയിച്ചിട്ടുണ്ട്, മനസ്സിലായതേ? ഈ പേര് മനസ്സിലായ? അപ്പൊ നീ ശ്വാസം വിടാതിക്ക. നിനക്ക് ശ്വാസം ഇല്ലെങ്കിലേ, ശ്വാസം വിട്ടില്ലെങ്കിൽ നിനക്ക് കോവിഡില്ല. ഇത് സിമ്പിൾ ആണ് ഈ സാധനം. സത്യടാ. ഫുൾ ഫേക്ക് ആണ്. എടാ നീ എന്ത് നെഗറ്റീവ് ആണ് നീ? ഇത് ഫേക്ക് ആണെന്നാ നീ ഒന്ന് ആശാനോട് ചോദിച്ചേ. ആശാൻ വരെ അംഗീകരിച്ചാണല്ലോ. അയാൾക്ക് പ്രാന്താണ്. അയാൾക്ക് DTS ചുമയാണ് അയാൾക്ക്. ആശാനിയാ? ഇവൻ പറഞ്ഞേട്ടാ ആശാനെ എടാ അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂ. എടാ ഇത് എൻ്റെ ഓൺലൈൻ ടെസ്റ്റിന് കുഴപ്പമൊന്നുമില്ലട്ടാ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആശാൻ സ്വയം ടെസ്റ്റ് തുടങ്ങി, അതുകൊണ്ട് പറ്റിയതാണ്. അതൊക്കെ പോട്ടെ മൃദുല, വാ നമുക്ക് നിന്റെ ടെസ്റ്റ് തുടങ്ങാം. എൻ്റെ പൊന്നു ബാഹു, ഇനി പണിക്കുമായിരിക്കാനുള്ള എൻ്റെ ഒരു നമ്പറായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് എടുത്തേക്കോളാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിക്കോളാം. എന്നെ വിട്ടേക്ക്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റിങ്ങും ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല. അതിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ. അപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ആരോഗ്യവകുപ്പ്, നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ബി ഹെൽത്ത്, ബി സേഫ് ആൻഡ് ബ്രേക്ക് ദ ചെയിൻ. താങ്ക് യു.